ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് നാളത്തെ മാത്സ് എക്സാമിന് എന്താണ് എഴുതേണ്ടത് എന്നറിയാതെ പകച്ചു നിൽക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. നാളത്തെ മാത്സ് എക്സാമിൽ പൊട്ടിപ്പോവോ ഞങ്ങൾ എന്ന് ആശങ്കയിൽ നിൽക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. നാളത്തെ എക്സാമിന് നിങ്ങളെ പാസ്സാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. കുറഞ്ഞ നേരം നിങ്ങൾ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കൂ. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നാളത്തെ മാത്സ് എക്സാം പാസ്സാവാൻ പറ്റും. ഒരു പക്ഷേ നിങ്ങൾ പാസ്സാവുന്ന ഒരു A+ ലെവൽ കുട്ടിയാണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ വീഡിയോ ഒന്ന് 2x ഇട്ടിട്ട് ഒരു റിവിഷനായിട്ട് യൂസ് ചെയ്യാം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുമെന്നുള്ളത് നോക്കാൻ റെഡി ആണല്ലോ. ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കുമ്പോൾ അരിത്തമെറ്റിക് സീക്വൻസിൽ നമുക്ക് 7ാമത്തെ പദം 48, 13ാമത്തെ പദം 66 ഇങ്ങനെ തന്നു കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരും കേട്ടോ. ഇത്രാമത്തെ ടേം ഇത്രാമത്തെ ടേം ഇത്ര എന്നിട്ട് നമ്മളോട് ആദ്യം തന്നെ എന്ത് ചോദിക്കും? കോമൺ ഡിഫറൻസ് ചോദിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ ഡിഫറൻസ് കാണണമെങ്കിൽ എന്താ? ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്, അതായത് പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം. അതായത് ഈ രണ്ട് പദങ്ങൾ തമ്മിൽ നോക്കൂ, 48ഉം 66ഉം ആയിരുന്നു. ഓല് തമ്മിലുള്ള മാറ്റം എടുക്കുക. ആൻഡ് 7ാമത്തെ പദവും 13ാമത്തെ പദവും ഓല് തമ്മിലുള്ള മാറ്റം എടുക്കുക. ഇതായിരിക്കും നമ്മളുടെ എന്ത്? കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, എത്രയാണ്? 18/13 7 കുറച്ച് എത്രയാടാ? 6. എത്രയാണ്? 3 നമ്മളുടെ കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം. പിന്നെ നമ്മളോട് ചോദിക്കുന്നത് 10th ടേം ആണ്. അതായത് x10 കാണണം. നമുക്ക് ഓൾറെഡി x7 അറിയാലേ, 7ാം പദം അറിയാം ഓൾറെഡി 48 ആണെന്ന്. അപ്പോൾ 7ാം പദത്തിനോട് 3 പ്രാവശ്യം 26 നമ്മളുടെ ആൻസർ ആയിട്ട് വരുന്നത്. സിമ്പിൾ ആണല്ലോ, സിമ്പിൾ ആണ്. ഇനി നമ്മളോട് ഇങ്ങനെ ചോദിക്കും, സമ്മിന്റെ ബീജഗണിത രൂപം തരും നമുക്ക്. എന്നിട്ട് നമ്മളോട് ചോദിക്കും ഫസ്റ്റ് ടേം എന്താണെന്ന്. ഫസ്റ്റ് ടേം എന്താണെന്ന് നമുക്ക് എങ്ങനെയാണ് കിട്ടുക? ഫസ്റ്റ് ടേം കിട്ടണമെങ്കിൽ സാറേ സിമ്പിളാണ്. ആ എന്നിൻ്റെ സ്ഥാനത്തൊക്കെ 1 അങ്ങ് കൊടുത്താൽ മതി. അപ്പോൾ എന്താ സംഭവിക്കുക? 1² + 12 × 1 1² + 12 × 1 1² + 12 × 1 അപ്പോൾ എത്ര വരിക? 1 + 12 × 1 എത്ര? 12. അപ്പോൾ എത്ര വരിക? 13 നമ്മളുടെ ഫസ്റ്റ് ടേം വരിക. ഇനി അടുത്തതായി ചോദിക്കുക എന്താണ്? കോമൺ ഡിഫറൻസ് ചോദിക്കും. നോക്കടാ, ഇത് സമ്മിൻ്റെ ബീജഗണിത രൂപമാണ്, കറക്റ്റ് നോക്കണം. അപ്പോൾ കോമൺ ഡിഫറൻസ് കോമൺ ഡിഫറൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ n² കൂടെ ആരാ ഉള്ളത്? ആരെയും കാണുന്നില്ല. അതിൻ്റെ അർത്ഥം അവിടെ 0 ആണെന്നാണോ? അല്ല, 1 ആണെന്നാണ് അല്ലേ? അപ്പോൾ ആ 1ൻ്റെ ഇരട്ടി എടുക്കുക. ഇനിയിപ്പോൾ n² കൂടെ 3 ആയിരുന്നെങ്കിൽ എന്താ? 6 ആവുമായിരുന്നു കോമൺ ഡിഫറൻസ്. അപ്പോൾ n² കൂടെ ആരാണോ ഉള്ളത് ഓൻ്റെ ഡബിൾ എടുക്കുക. സോ നമുക്ക് കിട്ടും നമ്മളുടെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 2 ആണ് എന്ന് കിട്ടും. കോമൺ ഡിഫറൻസ് എത്രയാണ്? 2 ആണ് എന്ന് കിട്ടും. അടുത്തതായി നമ്മളോട് ചോദിക്കുകയാണ്, ഈ ഒരു ശ്രേണിയിലെ അടുത്തടുത്ത എത്ര സാധനങ്ങളെ കൂട്ടിയാലാണ് 364 കിട്ടുക? ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും ആ സീക്വൻസ് പോകുന്നുണ്ടാകുക. 10, 11, 12, 13 ഇങ്ങനെ ആയിരിക്കും പോകുന്നുണ്ടാകുക. ഇതിൻ്റെ എത്ര ആൾക്കാരെ കൂട്ടിയാലാണ് 364 കിട്ടുക എന്ന് നമുക്കറിയണ്ടേ. അപ്പോൾ ഇതാണ് സമ്മ് കാണാനുള്ള സമവാക്യം അല്ലേ? അല്ലെങ്കിൽ എന്താണ്? ബീജഗണിത രൂപം. ഇപ്പം ആദ്യത്തെ 5 ആൾക്കാരെ സമ്മാണ് നമുക്ക് കാണണ്ടെങ്കിൽ ഇവിടെ 5 എന്ന് ഇട്ട് കൊടുത്താൽ മതി. ആദ്യത്തെ 10 ആൾക്കാരെ സമ്മ കാണണ്ടെങ്കിൽ ഇവിടെ 10 എന്ന് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ആദ്യത്തെ എത്ര ആൾക്കാരതാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ആദ്യത്തെ n ആൾക്കാരതാണെങ്കിൽ ഇവിടെ n എന്ന് അല്ലേ? ഓക്കെ. അപ്പോൾ ആദ്യത്തെ എത്രയോ ആൾക്കാരെ സമ്മ് നമുക്ക് 364 കിട്ടിയെന്നാണ് പറഞ്ഞത്. അതായത് n² + 12n എന്താണ്? 364 അതിൽ നമുക്ക് n കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ. n² + 12n = 364. എവിടെ അതൊക്കെ? ഓക്കെ. സി ക്വസ്റ്റ്യൻ. n² + n = n² + 12n = 364. ഇതാണ് എന്ത്? നമ്മളുടെ സമവാക്യം. കാരണം എന്താ? ഇതാണ് സമ്മ് കാണാനുള്ളത്. ഓക്കെ. ആൻഡ് എത്രയോ സാധനങ്ങളുടെ സമ്മ്, എത്രയോ ടേംസിൻ്റെ തുക എടുത്തപ്പം 364 കിട്ടി. എത്ര എണ്ണത്തിൻ്റെ നമുക്കറിയില്ല. സോ ഈ എൻ്റെ സ്ഥാനത്ത് വേറെ ഒന്നും കൊടുക്കേണ്ട, n തന്നെ മതി. ഇനി ഇത് നമുക്ക് സോൾവ് ചെയ്യണം. സെക്കൻഡ് ഡിഗ്രി വെച്ചിട്ട് ആലോചിച്ച് നോക്കടാ. n² + 12n = 364. ഇതിൻ്റെ പരിഹാരം കാണണമെങ്കിൽ ഈ n-ൻ്റെ കൂടെ ആരാളുള്ളത്? 12 ആണുള്ളത്. ആ 12ൻ്റെ പകുതി എത്ര? 6 ആണ്. ആ 6ൻ്റെ സ്ക്വയർ ഇവിടെ ആഡ് ചെയ്യുക, ഇവിടെ ആഡ് ചെയ്യുക. ഇവിടെ അങ്ങനെ ആഡ് ചെയ്താൽ ഇതിനെ നിങ്ങൾക്ക് എങ്ങനെ എഴുതാൻ പറ്റുന്നോ? n + 6² എന്ന് എഴുതാൻ പറ്റും. ഇവിടെയുള്ള n ഇവിടെ ആഡ് ചെയ്ത ആൾ ആ ഹോൾ സ്ക്വയറിന് എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്താ ഉണ്ടാകുക? 364 + 6ൻ്റെ സ്ക്വയർ 36. അപ്പോൾ n + 6² നമുക്ക് എത്ര ആണെന്ന് കിട്ടും? 400 ആണെന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കടാ, എനിക്ക് എന്നാ കിട്ടണ്ടേ? അതിനാദ്യം ഞാൻ ഈ സ്ക്വയറിനെ എങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ n + 6 = √400 എന്നാവും. അതായത് n + 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാവും? 20 ആവും. അപ്പോൾ n കിട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? 20 ഇവിടെ ഉണ്ട്. ഈ 6 ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ -6. അപ്പോൾ n = 14 എന്ന് എനിക്ക് കിട്ടി. അതായത് ഈ ഒരു ശ്രേണിയിലെ
അതായത് ഈ ഒരു ശ്രേണിയിലെ എത്ര പദങ്ങളുടെ തുകയാണ് 364? യെസ് സർ, 14 പദങ്ങളുടെ തുകയാണ്. ആൻഡ് ഇതിൻ്റെ ആൻസർ എത്രയായിരുന്നു? 2 ആയിരുന്നു അല്ലേ കിട്ടിയത്? ഓക്കെ. ആൻഡ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുമ്പോൾ എന്താണ്, സർക്കിൾസ് എന്ന് എന്താ ചോദിക്കുക? ഇങ്ങനെ സിംപ്ലി ഒരു ഫിഗർ തന്നിട്ടുള്ളത് എന്തായാലും നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. ഇവിടെ നമുക്ക് ഈ ഒരു ആംഗിൾ തന്നു 40 ആണെന്ന്. ഇനി ഈ ആംഗിൾ എത്ര എന്നാണ് ചോദിച്ചത്? നമുക്കറിയാം ഒരു ലൈൻ്റെ മുകളിലെ ടോട്ടൽ ആംഗിൾ എത്ര? 180. അപ്പോൾ ഇത് 40 ആണെങ്കിൽ ഇത് എത്ര ആണ് വരിക? 140 ആണ് വരിക. സിമ്പിളായിട്ട് പറയാൻ പറ്റും. ആൻഡ് ഇത് 140 ആണെങ്കിൽ നിങ്ങൾ പറ ഇത് എത്രയായിരിക്കും? സർ, ഇതൊരു സൈക്ലിക് കോർഡിലേറ്ററൽ ചക്രീയ ചതുർഭുജ. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ കൂട്ടിയാൽ 180 കിട്ടണം. അപ്പോൾ ഇത് 140 ആണെങ്കിൽ ഇതെത്ര? 40 ആണ്. ഇനി സാറേ ഇതാ എ എന്നും ബി എന്നും പറഞ്ഞ പോയിന്റ് നിന്നാണ് ആര് പോയത്? ഇവൻ ഈ ആംഗിൾ ഉണ്ടായത്. അപ്പോൾ ഇവൻ സെൻറ്ററിലേക്ക് ഉണ്ടാക്കുക എത്രയായിരിക്കും? സാറേ മോൾ ഉണ്ടാക്കിയതിൻ്റെ നേരെ ഇരട്ടിയായിരിക്കും ഇവിടെ ഉണ്ടാകുക. അതായത് ഇവിടെ 80 ആയിരിക്കും ഉണ്ടാകുക. ഇവിടെ 40 ആണെങ്കിൽ ഇവിടെ 80 ആയിരിക്കും ഉണ്ടാകുക. ഓക്കെ, ഇങ്ങനെ ഒരു രീതിയിൽ അതാ ഇവർ ചോദിച്ച ആംഗിളൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻ മക്കളെ, ഈ ഒരു കണക്ഷനൊക്കെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ സർക്കിൾസ് നിർബന്ധമായിട്ട് എക്സ്പെക്ട് ചെയ്യണം. പിന്നെ ഉള്ളത് 2 കോഡുകൾ ഇങ്ങനെ കൂട്ടിമുട്ടുമ്പോൾ ഇവിടെ ഈ കഷ്ണം ഇൻറ്റു ഈ കഷ്ണം ഈക്വൽ ടു ഈ കഷ്ണം ഇൻറ്റു ഈ കഷ്ണമാണ്. അതെന്തായാലും ഓർത്ത് വെക്കുക. അതായത് ആ കഷ്ണങ്ങളുടെ പേരെന്താ? പി എ ഇൻറ്റു പി ബി സമം പി സി ഇൻറ്റു പി ഡി ആണ്. ഇവിടെ പി എ നമുക്ക് 9 തന്നിട്ടുണ്ട്, പി ബി 4 തന്നിട്ടുണ്ട്, പി സി 3 തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ പി ഡി കാണണം നമുക്ക്. സിമ്പിൾ അല്ലേടാ. ഈ 3 ഇങ്ങോട്ട് എടുക്കുക. 9 ഇൻറ്റു 4 എത്ര? 36. ഈ 3 ഇങ്ങോട്ട് വന്നാൽ ബൈ 3 ഈക്വൽ ടു പി ഡി. അപ്പോൾ നമുക്ക് പി ഡി എത്ര കിട്ടും? 12 സെൻറ്റിമീറ്റർ. 36/3 എന്ന് പറഞ്ഞാൽ എന്താ? 12 സെൻറ്റിമീറ്റർ ആണ്. ഇങ്ങനെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്ത് ആൻസർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. ആൻഡ് അങ്ങനെയെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ നിന്നും വേറൊന്നും ഞാൻ പറയുന്നില്ല. കാരണം എന്താ, നമുക്ക് ടഫായിട്ടുള്ള സാധനങ്ങളല്ല വേണ്ടത്. നമുക്ക് ഈസിലി മനസ്സിലാവുന്നു, നാളെ വരാൻ സാധ്യത കൂടുതലുള്ളതാണ് നമുക്ക് വരേണ്ടത്. നമ്മളോട് പറയാണ് ഒരു സ്കൂളിൽ 30 സ്കൗട്ടും 20 ഗൈഡും ഉണ്ട്. ഒരു സ്കൂളിൽ എന്താണ്? 30 സ്കൗട്ട് ഉണ്ട്, 20 ഗൈഡ് ഉണ്ട്. ഓക്കെ, അടുത്ത സ്കൂളിൽ എന്താണുള്ളത്? 20 സ്കൗട്ട് 15 ഗൈഡ്. 20 സ്കൗട്ട് 15 ഗൈഡ്. ഓക്കെ, 15 ഗൈഡ്. അങ്ങനെയെങ്കിൽ നമുക്കറിയേണ്ടത് എന്താണ്? ഫ്രം ഈച്ച് സ്കൂൾ 1 സ്റ്റുഡൻറ്റ് എമംഗ് ദം ഈസ് സെലക്റ്റഡ്. ഈ 2 കുട്ടികളിൽ നിന്നും 2 സ്കൂളിൽ നിന്നും ഓരോ കുട്ടികളെ സെലക്ട് ചെയ്യാണ്. അങ്ങനെയെങ്കിൽ നമ്മളോട് ചോദിക്കുകയാണ് വ്യത്യസ്തമായ എത്ര മാർഗങ്ങളിൽ കുട്ടികളെ തിരഞ്ഞെടുക്കാം? അതായത് വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ സെലക്ഷൻസ്? ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ സെലക്ഷൻസ് ആണ് നമ്മളോട് ചോദിച്ചത്. അത് നമ്മൾ എങ്ങനെയാണ് കാണുക? അതായത് ഇവിടുന്ന് ഒരാളെ എടുക്കണ്ടേ? ചിലപ്പോൾ ഇവിടുന്ന് ദേവികനെ ഇവിടുന്ന് അനുവിനെ ആയിരിക്കും എടുക്കുക, ഇവിടുന്ന് സൽമാനെ ഇവിടുന്ന് മുകേഷിനെ ആയിരിക്കും എടുക്കുക. നമുക്കറിയില്ല അങ്ങനെ എത്ര വെറൈറ്റി എടുക്കാമെന്നാണ് ചോദിച്ചത്. അത് നമുക്കറിയണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നോ? ഇവിടെ ടോട്ടൽ എത്ര പേരുണ്ട്? 50. ഇവിടെ ടോട്ടൽ എത്ര പേരുണ്ട്? 35 ആണല്ലോ. അങ്ങനെയെങ്കിൽ എ ക്വസ്റ്റ്യൻ ആൻസർ ടോട്ടൽ എത്ര സെലക്ഷൻ ഉണ്ട് എന്നറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 50 ഇൻറ്റു 35 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കിട്ടും 1750. അല്ലടാ, തെറ്റിക്കോ? 3500ൻ്റെ പകുതി 1500, 1750. അപ്പോൾ ടോട്ടൽ 1750. അടുത്തതായി നമുക്ക് വേണ്ടത് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് സ്കൗട്ട്? അതായത് രണ്ടും സ്കൗട്ട് ആവാനുള്ള സാധ്യത എന്ത് എന്നാണ്. ബി ക്വസ്റ്റ്യൻ എന്താ? രണ്ടും സ്കൗട്ട് ആവാനുള്ള സാധ്യത എന്ത് എന്നുള്ളതാണ്. അപ്പോൾ ഇനി എന്താണ്? ടോട്ടൽ എത്രയാണ്? 1750 ആണെന്ന് നമുക്കറിയാലോ. അത് താഴെ അങ്ങ് എഴുതി വെക്കുക. ഇനി രണ്ടും സ്കൗട്ട് ആകുക എന്ന് പറഞ്ഞാൽ ഇവിടുന്നും സ്കൗട്ട് ആവണം, ഇവിടുന്നും സ്കൗട്ട് ആവണം. അപ്പോൾ ഇവിടെ 30, ഇവിടെ 20. ആ 30 ഇൻറ്റു 20 മക്കൾ എന്ത് ചെയ്യുക? മുകളിൽ അങ്ങ് എഴുതി വെക്കുക. ഓക്കെ, ഇനി എന്താ ആൻസർ എന്നുള്ള നമുക്ക് 30 ഇൻറ്റു 20 എന്ന് പറഞ്ഞാൽ 600 ആണ്. 600/1750. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് വെട്ടിച്ചെറുതാക്കാം. ഇനി അടുത്തതായി ചോദിച്ചാൽ രണ്ടും ഗൈഡ് ആവാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഗൈഡ് ആവാനുള്ള എത്ര? 20 ആണ്, ഇവിടെ 15 ആണ്. അപ്പോൾ ടോട്ടൽ എന്താ? 20 ഇൻറ്റു 15 താഴത്തെ എത്ര? 1750 തന്നെ. 20 ഇൻറ്റു 15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര? 15 ഇൻറ്റു 2 30. 300/1750. നിങ്ങൾക്കിത് വേണമെങ്കിൽ ചെറുതാക്കാം. ഈ ഒരു ക്വസ്റ്റ്യനും നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. എങ്ങനെയാണ് ഞാനിത് ടോട്ടൽ കണ്ടുപിടിച്ചത്? ടോട്ടൽ കണ്ടുപിടിച്ചത് എങ്ങനെയാണ്? ഇത് കൂട്ടി എന്നിട്ടോ ഇത് തമ്മിൽ ഗുണിച്ചപ്പോൾ എനിക്ക് ടോട്ടൽ കിട്ടി. റെഡി ആണല്ലോ? റെഡി സാർ. അങ്ങനെയെങ്കിൽ 3ാമത്തെ ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞിരിക്കുന്നു. സെക്കൻഡ് ഡിഗ്രിയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ സിമ്പിളി നമ്മളോട് ചോദിച്ചേക്കാം. അതായത് എന്താണ്? അടുത്തടുത്തുള്ള 2 ഒറ്റ സംഖ്യകളുടെ പ്രൊഡക്റ്റ് 143 ആണ്. അങ്ങനെയെങ്കിൽ ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയിട്ട്
ആ നമ്പേഴ്സ് കണ്ടെത്തണം. അതായത് കുറേ ഒറ്റ സംഖ്യകൾ ഉണ്ടാവില്ലേ, അപ്പോൾ അടുത്തടുത്തുള്ള രണ്ടാൾ, അപ്പോൾ ഒരാൾ എക്സ് ആണെങ്കിൽ അടുത്ത ആൾ എത്ര ആയിരിക്കും, x+2 ആയിരിക്കും, ഉറപ്പല്ലേ? അതെങ്ങനെയാ സാർ? എടാ ഒറ്റ സംഖ്യ അല്ലേ, ഒരൊറ്റ സംഖ്യ 5 ആണെങ്കിൽ അടുത്ത 7 ആയിരിക്കൂലേ, പിന്നെ 9 ആയിരിക്കൂലേ, ഇവർ തമ്മിലൊക്കെ എത്ര ഗ്യാപ്പുള്ളത്, 2ന്റെ ഗ്യാപ്പല്ലേ ഉള്ളത്. അപ്പോൾ ഒരുത്തൻ എക്സ് ആണെങ്കിൽ അടുത്ത ആൾ എത്ര, x+2. നമ്മളോട് പറയുകയാണ് ഇവന്മാരുടെ പ്രൊഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാരെ തമ്മിൽ ഗുണിച്ചാൽ എത്ര കിട്ടും എന്നാണ് പറഞ്ഞത്, 143 കിട്ടുമെന്നാണ് പറഞ്ഞത്, 143. അങ്ങനെയെങ്കിൽ ഇവന്മാരെങ്ങനെയാണ് കണ്ടുപിടിക്കുക? സാർ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തോ, x×x² + 2x = 143. ഇനി എന്താ നമ്മൾ ചെയ്യുക? സാർ ഇതിൻ്റെ ആൻസർ കിട്ടണമെങ്കിൽ എക്സിൻ്റെ കൂടെ 2 ഉള്ളത്, അപ്പോൾ അവൻ്റെ പകുതി 1ൻ്റെ സ്ക്വയർ ഇവിടെ ആഡ് ചെയ്യണം, ഇവിടെ ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ എന്താ വരിക, x+1² = 144. എനിക്ക് x+1ൻ്റെ ഹോൾ സ്ക്വയർ വേണ്ട, x+1 കണ്ടാൽ മതി. അപ്പോൾ ഞാൻ ഈ സ്ക്വയർ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു, 144 ഇവിടെ ഉണ്ട്, പക്ഷേ സ്ക്വയർ ഇങ്ങോട്ട് വന്നാൽ റൂട്ടായി. അപ്പോൾ x+1 എത്രാമത്തോ, 12. അങ്ങനെയെങ്കിൽ എക്സ് എത്രയാടാ, എക്സ് കിട്ടണമെങ്കിൽ ഈ +1 ഇങ്ങോട്ട് പോയാൽ പോരെ, അപ്പോൾ 12 - 1 എന്നാവും. അപ്പോൾ എക്സ് എത്ര, 11. അതായത് എൻ്റെ നമ്പേഴ്സ് ഏതൊക്കെയാണ്, ആദ്യത്തെ നമ്പർ 11 എന്ന് എനിക്ക് കിട്ടി. നമ്പേഴ്സ് ഏതൊക്കെയാണ്, ആദ്യത്തേത് 11. അപ്പോൾ അടുത്തത് എത്ര ആയിരിക്കും, അതിനോട് 2 കൂട്ടിയാൽ മതി, എത്ര, 13 ആയിരിക്കും. സിമ്പിൾ ആയിട്ടുള്ള കാര്യം അല്ലടാ? ആണ് സാർ. അങ്ങനെയെങ്കിൽ ഇനി എന്താ ഉള്ളത്, ഇനി അടുത്ത ചാപ്റ്റർ കോർഡിനേറ്റ്സിലേക്ക് പോകുമ്പോൾ എന്താണ്, നമ്മളോട് ഇങ്ങനെ സിംപിളി ചോദിച്ചേക്കാം. അതായത് കുറേ കോർഡിനേറ്റ്സ് തരും, കുറേ പോയിൻറ്റ്സിൻ്റെ, എന്നിട്ട് ചോദിക്കും ഇതിൽ ഏതാണ് എക്സ് ആക്സിസിൻ്റെ മുകളിലുള്ളത് അല്ലെങ്കിൽ ഏതാണ് വൈ ആക്സിസിൻ്റെ മുകളിലുള്ളത് എന്നാണ് ചോദിക്കുക. അപ്പോൾ അവിടെ മക്കൾ മനസ്സിലാക്കേണ്ട പോയിന്റ് എന്താ വെച്ചാൽ, എക്സ് ആക്സിസിൻ്റെ മുകളിലാണെങ്കിൽ വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും, വൈ ആക്സിസിൻ്റെ മുകളിലാണെങ്കിൽ എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും. ഇവിടെ നമുക്ക് എന്താ എക്സ് ആക്സിസിൻ്റെ മുകളിൽ ഏതാണുള്ളതെന്ന് അറിയണ്ടേ. അപ്പോൾ വൈ കോർഡിനേറ്റ് ഇവിടെ എവിടെയെങ്കിലും 0 ആയിട്ടുണ്ടോ എന്ന് നോക്കൂ. ഇതാണോ? ഇല്ല, ഇത് എക്സ് കോർഡിനേറ്റാണ്. പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കൂ, വൈ കോർഡിനേറ്റ് 0 ആണ്. അപ്പോൾ നമ്മളുടെ ആ പോയിന്റ് ഏതാണ്, 60 എന്നുള്ളതാണ്. അപ്പോൾ എക്സ് ആക്സിസിൻ്റെ മുകളിലുള്ള പോയിന്റ് ഏതാണ്, വൈ കോർഡിനേറ്റ് 0 ആയിട്ടുള്ള പോയിന്റ്. അടുത്ത് ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ്. 2 പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എങ്ങനെയാണ് കാണാം? 2 പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണണമെങ്കിൽ നിങ്ങൾ √x2 - x1² + y2 - y1². x2 x1 ഒക്കെ എന്താ, അതായത് നോക്കൂ, ഇതാണ് x1, ഇതാണ് x2, ഇതാണ് y1, ഇതാണ് y2. അതിന് ഇതിൻ്റെ അകത്തേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി, നമുക്ക് സിംപിളി 4 എന്ന് ആൻസർ കിട്ടും. പക്ഷേ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. അതായത് ഡിസ്റ്റൻസ് കാണാൻ പറയുമ്പം നിങ്ങൾക്ക് വൈ കോർഡിനേറ്റ് സെയിം ആണ് എന്ന് വിചാരിക്കുക. നോക്കൂ, വൈ കോർഡിനേറ്റ് സെയിം ആണല്ലേ. അങ്ങനെയെങ്കിൽ എക്സ് കോർഡിനേറ്റിൻ്റെ ഡിഫറൻസ് എടുത്താൽ മതി. അതായത് ഇവിടെ 1 ഇവിടെ 5, ഒരു തമ്മിലുള്ള മാറ്റം എത്ര, 4. അപ്പോൾ 4 2 പോയിന്റ് തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയാൻ പറ്റും. നമ്മൾ അല്ലാണ്ട് ചെയ്തപ്പോൾ അതന്നെ കിട്ടിയത്. ഓക്കെ ആണല്ലോ? ഓക്കെ, റെഡി. ഇനി ടാൻജൻസിലേക്ക് വരുമ്പോഴാണ് വളരെ നിങ്ങൾ ശ്രദ്ധിച്ച് ആൻസർ ചെയ്യേണ്ടത്. ഇതിൽ നിന്ന് ഒരുപാട് മാർക്കിന് ചോദിക്കും. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതെന്താണ്, ഒരു കോഡ്, ഒരു ഞാണ്. ഇതിലൂടെ ഒരു ടാൻജൻറ്റ് തൊടുവര പോകുന്നു, അവർക്കിടയിൽ ഒരു കോൺ ഉണ്ടാവുന്നു. ഈ കോൺ ആർക്ക് ഈക്വൽ ആയിരിക്കുന്നോ, ഈ ഒരു കോഡ് അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടാക്കുന്ന ഈ ഒരു ആംഗിളിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇത് 70 ആണെങ്കിൽ ഇതും എത്രയാണെന്ന് മക്കൾ മനസ്സിലാക്കി വെക്കുക, 70 ആണെന്ന് മനസ്സിലാക്കി വെക്കുക. അതാണ് മെയിൻ പോയിന്റ്. ആൻഡ് ഇത് 70 ആണെങ്കിൽ ഇവിടെ 140 ആണെന്ന് നേരത്തെ നമ്മൾ പഠിക്കുകയും ചെയ്തു. ഓക്കെ, ഇനി ഇത് 70 ആണെങ്കിൽ വേറൊരു ആംഗിൾ ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ ഒരു പോയിന്റിൽ നിന്നുള്ള ടാൻജൻ്റ് ആണ് ഇവൻ, ആൻഡ് ഈ ഒരു പോയിന്റിൽ നിന്നുള്ള റേഡിയസ്, ആരമാണ് ഇവൻ. ടാൻജൻറ്റും റേഡിയസും അല്ലെങ്കിൽ ആരവും തൊടുവരയും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. സോ ഇത് 90 ആണ് എന്നുള്ളത് മക്കളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, എന്നിട്ട് ഈ ഒരു സാധനത്തിൻ്റെ ഒക്കെ ആൻസർ ചെയ്യാൻ നിങ്ങൾ തന്നെ ട്രൈ ചെയ്ത് നോക്കൂ. ഒരു വിധമൊക്കെ നമ്മൾ ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് OBAയും കൂടി ആയിരിക്കും, ഇതായിരിക്കും ചോദിച്ചിട്ടുണ്ടാകുക. അപ്പോൾ ടോട്ടൽ 90 ഇത് 70. അപ്പോൾ ഇത് എത്ര വരിക, 20. സിമ്പിളായിട്ടുള്ള കാര്യം. ആൻഡ് പിന്നെ നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത്, ഇത് നമ്മൾ നേരത്തെ ചെയ്തോ, PA × ഇല്ല, അത് വേറൊരു രീതിയിൽ നേരത്തെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നേ. നേരത്തെ നമ്മൾ ചെയ്ത എന്താ, ഇങ്ങനെ വൃത്തത്തിൻ്റെ അകത്ത് കൂട്ടിമുട്ടുന്നു. അപ്പോൾ ഇത് × ഇത് സമം ഇത് × ഇത്. ഓക്കെ, ഇത് വൃത്തത്തിൻ്റെ പുറത്താണുള്ളത്, പുറത്തേക്കുള്ളത്. ഇവിടെ മക്കൾ മനസ്സിലാക്കേണ്ടത് എന്താ, ഇവിടെ പുറമുള്ള ആൾ ഇൻറ്റു ഈ ടോട്ടലുള്ള ആൾ ഈക്വൽ ടു ഇവിടെ പുറമുള്ള ആൾ ഇൻറ്റു ഈ ടോട്ടലുള്ള ആൾ. അങ്ങനെ മനസ്സിലാക്കി വെക്കേണ്ടി. അല്ലാണ്ട് PA × PB അങ്ങനെയല്ല കേട്ടോ. ഇവിടെ പുറമുള്ള ആൾ ഇൻറ്റു ഈ ടോട്ടലുള്ള ആൾ, അങ്ങനെ തന്നെ മനസ്സിലാക്കി വെക്കണം. പുറമുള്ള ആളാരാ, PA, ടോട്ടൽ ആരാ, PB ഈക്വൽ ടു ഇവിടെ പുറമുള്ള ആരാ, PC, ടോട്ടൽ ആരാ, PD. ഇനിയോ നമുക്കറിയുന്നൊക്കെ എഴുതി വെക്കുക. PA 6 ആണ്, PB എത്രയാടാ, PB നമുക്കറിയില്ല. പക്ഷേ
പി സി പി എ തന്നിക്ക് പി സി തന്നിക്ക് പി സിയാ പി എ തന്നു പി സി തന്നു. ഓക്കെ, എന്താ പി ഡിയാ കാണ്ടി? ഓക്കെ ഓക്കെ, എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ. പി എ ഇൻറ്റു പി ബി, പി ഡിയുടെ ലെങ്ത് ആണ് കാണേണ്ടത്. ഓക്കെ, ഇവിടെ നമുക്ക് ഈ ഇക്വേഷൻ ആണ് ഉപയോഗിക്കേണ്ട. അവിടേക്ക് വരാം. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് പി ഡി? പി ഡിയുടെ നീളം എന്താണ് എന്നാണ് നമ്മളോട് ചോദിച്ചത്. പി ഡി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇവിടം വരെ ഉള്ളതാ അല്ലേ. സോ ഇവിടുന്ന് ഇവിടം വരെ 5 ആണ്, ഇത് 7 ആണ്. അപ്പോൾ ടോട്ടൽ എത്ര? 12 ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനിയോ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എ ബി? ഓക്കെ, എ ബിയുടെ ലെങ്ത് ആണ് നമുക്ക് കാണേണ്ടത് അല്ലേ. എ ബിയുടെ ലെങ്ത് ആണ് നമുക്ക് കാണേണ്ടത്. കാണാം. അപ്പോൾ ഇവിടെ പി എ അറിയോ? അറിയാം, 6 ആണ്. ഇൻറ്റു പി ബി അറിയോ? ഇവിടുന്ന് ഇവിടം വരെ ഉള്ളത് ഇല്ല, അതങ്ങനെ തന്നെ വെച്ചോ. ഈക്വൽ ടു പി സി അറിയോ? അറിയാം സാർ, 5 ആണ്. പി ഡി അറിയോ? ഇപ്പം കണ്ടുപിടിച്ച് വെച്ചു, 12 ആണ്. റെഡി. അങ്ങനെയെങ്കിൽ പി ബി കിട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഇവിടെ 5 × 12 60 ആണ്. ആൻഡ് ഇവിടെ ഉള്ള 60 ഇങ്ങോട്ട് 6 ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ ബൈ 6. അപ്പോൾ എനിക്ക് പി ബി എത്ര കിട്ടി? 60/6, 10 സെൻറ്റിമീറ്റർ ആണെന്ന് കിട്ടി. ഓക്കെ, അതായത് ഇവിടുന്ന് ഇവിടം വരെ ഇതെത്രയാണ്? ഓൾറെഡി 6 സെൻറ്റിമീറ്റർ ആണ്. എനിക്കിപ്പോൾ കിട്ടിയ എന്താ? ഈ ടോട്ടലാണ് എത്രയാണെന്ന് കിട്ടിയത്? 10 സെൻറ്റിമീറ്റർ എന്ന് കിട്ടിയത്. ഓക്കെ, നമുക്ക് കാണേണ്ട എന്താ? എ ബി ഇവിടുന്ന് ഇവിടം വരെ എത്ര എന്നുള്ളതാ. അങ്ങനെ കാണുക സാർ, ടോട്ടൽ 10, അതിൽ 6 കുറച്ചാൽ ഇത് കിട്ടും അല്ലേ. അപ്പോൾ നമ്മൾ പറയും 10 - 6 ഈക്വൽ ടു എത്ര? 4 സെൻറ്റിമീറ്റർ. സിമ്പിളായിട്ട് ചെയ്യാലോ. സോ ഇങ്ങനെയുള്ള ഒന്നും വന്ന മക്കൾ എന്ത് ചെയ്യരുത്, പെട്ടുപോകരുത്. ആൻഡ് ഇങ്ങനെയാണെങ്കിലോ, അതായത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയല്ല പോകുന്നത്, പകരം എങ്ങനെയാണ് പോകുന്നത്? ഒന്ന് മാത്രം, ഒരു ലൈൻ മാത്രം ഇങ്ങനെ, മറ്റേ ലൈൻ എന്താണ്? ഇവിടെ എങ്ങനെ കിടക്കുന്നത്. ഓക്കെ, ഇവൻ്റെ ഒരു ടാൻജൻ്റ് ആയിട്ട് കിടക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടെ വർക്ക് ചെയ്യുന്ന ഇക്വേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ പുറമുള്ള ആൾ ഇൻറ്റു ഈ ടോട്ടൽ ആൾ, അതായത് പി എ ഇൻറ്റു ടോട്ടൽ ആരാ? പി ബി ഈക്വൽ ടു ഇവിടെ ഉള്ള ആളെന്ന് പറഞ്ഞാൽ ആരാ? പി സി. അപ്പോൾ ഓൻ്റെ സ്ക്വയർ. ഇതാണ് ഇവിടെ വർക്ക് ചെയ്യുക. നമുക്കിവിടെ പി സി ആണ് കാണേണ്ടത്, ഇവൻ്റെ ലെങ്ത്ത്. എങ്ങനെ കാണുക? പി എ എത്ര? 4 ഇൻറ്റു പി ബി എത്ര? 5 എന്നാണോ എടുക്കേണ്ടേ? അല്ല, പി ബി എന്ന് പറഞ്ഞാൽ ഈ ടോട്ടൽ 4 + 5 എത്ര? 9 ഈക്വൽ ടു പി സിൻ്റെ സ്ക്വയർ. 4 × 9 എന്ന് പറഞ്ഞാൽ 36 ആണ് പി സിൻ്റെ സ്ക്വയർ. അപ്പോൾ പി സി കിട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഈ സ്ക്വയറിന് ഇങ്ങോട്ടും എടുക്കുക. അപ്പോൾ ഇത് √36 ഈക്വൽ ടു പി സി. അപ്പോൾ പി സി നമുക്ക് എത്രയാണെന്ന് കിട്ടി? പി സി ഈക്വൽ ടു 6 സെൻറ്റിമീറ്റർ. സിമ്പിളി കിട്ടിയത് കണ്ടില്ലേ? യെസ് സാർ, റെഡിയാണ്. അങ്ങനെയെങ്കിൽ അടുത്തതായി നമുക്ക് എന്താണ്? ഒരു സോളിഡ്സിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അതായത് ഒരു സ്ക്വയർ പിരമിഡ് ഇതിൻ്റെ ബേസ് എഡ്ജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഈ ഒരു ബേസ് എഡ്ജിൻ്റെ ലെങ്ത് എത്രയാണ് തന്നിട്ടുണ്ട്? A4 വിളിക്കുക, 12 തന്നിട്ടുണ്ട്. ആൻഡ് ഒരു ചരിവ് ഉയരം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ ഒരു ഉയരമാണ്, നടുവുള്ള വൈറ്റ് അല്ല. അതെത്രയാണ്? 10 ആണെന്നും തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് അതിൻ്റെ ഹൈറ്റ് കാണണം. ഹൈറ്റും, അതായത് ഇവിടെ എയും എല്ലും തന്നി. ഇനി നമുക്ക് എച്ച് ആണ് കാണേണ്ടത്. എയും എല്ലും എച്ചും തമ്മിലുള്ള കണക്ഷൻ എന്താടാ? എൽ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ ആണ്. അതാണ് ഇക്വേഷൻ. എൽ സ്ക്വയർ ഈക്വൽ ടു a/2 ഹോൾ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ ആണ്. അപ്പോൾ അതിൽ നമ്മൾ വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എച്ച് എത്രയാണെന്ന് കിട്ടും? 8 ആണെന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇതിൻ്റെ വോളിയം കാണണം. ഈ പിരമിഡിൻ്റെ വോളിയം കാണണമെങ്കിൽ 1/3 a² എച്ചാ ചെയ്യേണ്ടത്. അപ്പോൾ 1/3 a². എ എത്ര? 12. അപ്പോൾ 1/3 ഇൻറ്റു 12ൻ്റെ സ്ക്വയർ ഇൻറ്റു എച്ച് എത്ര? അപ്പോൾ കിട്ടിയ 8 ആണ്. ഇതങ്ങ് ചെയ്താൽ മതി. അപ്പോൾ എന്താ വരിക? 1/3 ഇൻറ്റു 144 ഇൻറ്റു 8. ഇത് മക്കൾ എന്ത് ചെയ്താൽ മതി? മെല്ലെ ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ? റെഡി. ബാക്കിയും കൂടി അങ്ങ് ഗുണിച്ച് ചെയ്താൽ മതി, പ്രശ്നമൊന്നുമില്ല, മാർക്കൊക്കെ കിട്ടിക്കോളും. ഓക്കെ, റെഡി. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഒരു സോളിഡ് മെറ്റൽ കോൺ ഈസ് യെസ്, അതായത് നമ്മളുടെ കയ്യിൽ ഇങ്ങനെ ഒരു കോൺ ഉണ്ട്. ഇതിൻ്റെ ഹൈറ്റ് 12 ആണ്, റേഡിയസ് 9 ആണ്. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ വോളിയം കാണാനാണ്, വ്യാപ്തം കാണാനാണ് നമ്മളോട് പറഞ്ഞത്. സർ, ഇതിൻ്റെ വ്യാപ്തം എങ്ങനെയാണ് കാണുക? 1/3 πr² h ആണ്. അപ്പോൾ 1/3 πr എത്ര? 9 ആണ്. അപ്പോൾ 9ൻ്റെ സ്ക്വയർ ഇൻറ്റു 12 ആണ്. ഇനി എങ്ങനെ അത് ചെയ്യാം? സർ, 3ഉം 12ഉം തമ്മിൽ കട്ട് ചെയ്തോ. അപ്പോൾ മുകളിൽ എത്ര വരും? 4 വരും. അപ്പോൾ π ഇൻറ്റു 9ൻ്റെ സ്ക്വയർ എത്ര? 81 ഇൻറ്റു 4. അപ്പോൾ എത്ര വരിക? 324 π എന്നാണ് നമുക്ക് ആൻസർ വരിക. ഇതിങ്ങനെ തന്നെ വെച്ചോ. ആൻഡ് വോളിയം ആയതുകൊണ്ട് ഇതെന്താ? സെൻറ്റിമീറ്റർ ക്യൂബ് എന്നാണ് യൂണിറ്റ് വരിക. റെഡി അല്ലേ?
റെഡിയാണ് സാർ. അങ്ങനെയെങ്കിൽ അടുത്തതിലേക്ക് വരുമ്പോൾ എന്താണ് നമുക്ക് പഠിക്കാനുള്ളത്? യെസ്, ജോമെട്രി ആൻഡ് ഓൾജിബ്രയിലേക്ക് വരുമ്പം ഇവിടെ നമുക്ക് ഈ 2 പോയിന്റ്സ് തരും, എന്നിട്ട് അവരുടെ സ്ലോപ്പ് ചോദിക്കും. അവിടെ നിങ്ങൾ ഇത്ര മാത്രം ഓർത്താൽ മതി. 2 പോയിന്റിൻ്റെ സ്ലോപ്പ് ആണെങ്കിൽ y2 - y1/x2 - x1. ഇതാണ് x1, ഇതാണ് y1, ഇതാണ് x2, ഇതാണ് y2. കൺഫ്യൂഷൻ വേണ്ട, അതിവിടെ ഇട്ട് കൊടുത്താൽ നമുക്ക് കിട്ടും സ്ലോപ്പ് 3/2 ആണെന്ന്. ഇനി അടുത്തതായിട്ട് നമ്മളോട് ചോദിക്കുക എന്താണെന്നോ, ഈ ലൈൻ്റെ ഇക്വേഷൻ കാണണം. ഒരു ലൈൻ്റെ ഇക്വേഷൻ കാണണമെങ്കിൽ നമ്മൾ m × x - x1 = y - y1 അങ്ങ് കൊടുക്കും. ഇനി നമുക്ക് ഇങ്ങനെയാണ് തരിക, ഒരു പാരലലോഗ്രാം തരും, എന്നിട്ട് അതിൻ്റെ 3 വേർട്ടിസസ് തരും, 4ാമത്തെ കണ്ടുപിടിക്കാൻ പറയും. ഇവിടെ സീൻ്റെ നമുക്കറിയില്ല, സീൻ്റെ വേർട്ടിസസ് കണ്ടുപിടിക്കണം. പക്ഷേ അത് കണ്ടുപിടിക്കൽ വളരെ ഈസിയാണ്. എങ്ങനെയാണെന്നറിയോ? ഇതിൻ്റെ വേർട്ടിസസ് വേർട്ടിസസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കോർഡിനേറ്റ്സ് എക്സും വൈയും നമുക്കറിയില്ല. എങ്ങനെ കണ്ടുപിടിക്കാമെന്നറിയോ? ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതിയെന്നോ, ഇതിൻ്റെ അടുത്തുള്ള അഡ്ജസൻ്റ് ആയിട്ടുള്ള 2 വേർട്ടിസസ് ആരൊക്കെ? ഇവന്മാർ 2 ആളല്ലേ? ഇവന്മാർ 2 ആളെ എക്സ് കോർഡിനേറ്റ് കൂട്ടുക, 4 + 8. ഓക്കെ, 4 + 8. എന്നിട്ടോ ദൂരമുള്ളതാരാ? ഇവൻ്റെ എക്സ് കോർഡിനേറ്റ് ആരാ? 2. അത് കുറയ്ക്കുക. അപ്പോൾ 4 × 8 12 2 കുറച്ചാൽ 11 എന്ന് കിട്ടും. അടുത്തത് വൈ കോർഡിനേറ്റ് കിട്ടണമെങ്കിലും ഇതേ പരിപാടി തന്നെ. അടുത്തുള്ളതാരാ? ഇവന്മാർ 2 ആൾ. ഇവന്മാർ 2 ആളെയും വൈ കോർഡിനേറ്റ് ആരാ? 6ഉം 4ഉം. അപ്പോൾ 6 + 4. ഇനി എന്താ കുറയ്ക്കേണ്ടത്? ദൂരമുള്ളതാരാ? ഇവനാണ്. അതിൻ്റെ വൈ കോർഡിനേറ്റ് ആരാ? 2 ആണ്. അപ്പോൾ 2 കുറയ്ക്കുന്നു. റെഡി? അപ്പോൾ 10 ന്ന് 2 കുറച്ച് കഴിഞ്ഞാൽ 8. സോ എനിക്ക് എക്സ് കോർഡിനേറ്റും കിട്ടി, വൈ കോർഡിനേറ്റും കിട്ടി. സോ 11 8. ഇതിൻ്റെ കോർഡിനേറ്റ്സ് ഏതൊക്കെയാണ്? 11 8 ആണ്. ഇനി അടുത്ത് ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് ദ മിഡ് പോയിന്റ് ഓഫ് ദ ഡയഗണൽ AC. അതായത് എനിക്കിപ്പോൾ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു ഇത് എത്രയാണ്? 11 8 ആണ് എന്ന് കിട്ടിക്കഴിഞ്ഞു. ഇനി എനിക്ക് കാണേണ്ടത് എന്താണ്? ഈ AC എന്ന് പറഞ്ഞ ഡയഗണലിന് ഒരു മിഡ് പോയിന്റ് ഉണ്ടാവില്ലേ? ആ മിഡ് പോയിന്റിന് ഒരു കോർഡിനേറ്റ്സ് ഉണ്ടാവില്ലേ? അതാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളാടാ. ഇവിടെ ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് എങ്ങനെയാണ് കിട്ടുക നിങ്ങൾക്കറിയോ? എക്സ് കോർഡിനേറ്റ് കിട്ടണമെങ്കിൽ ഇവിടെ എക്സ് കോർഡിനേറ്റ് 2 ആണ്, ഇവിടെ 11 ആണ്. 11ഉം ഓക്കെ 4ഉം 8ഉം 12. ഓക്കെ എടാ നോക്ക്, 4 8 12 12 2 കുറച്ചാൽ 11 അല്ല 10. ഓക്കെ റെഡി. അപ്പോൾ എനിക്ക് ഇതിൻ്റെ മിഡ് പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് കിട്ടണമെങ്കിൽ ഇവിടെ 2 ആണ് എക്സിൻ്റെ, ഇവിടെ എത്ര? 10 ആണ്. 10ഉം 2ഉം എത്ര? 12. ആ 12ൻ്റെ പകുതി എടുക്കുക, എത്ര? 6. അപ്പോൾ വൈ കോർഡിനേറ്റ് എത്ര ആയിരിക്കും? എക്സ് കോർഡിനേറ്റ് 6, വൈ കോർഡിനേറ്റ് എത്ര ആയിരിക്കും? ഇവിടെ 2 ആണ് വൈൻ്റെ, ഇവിടെ 8 ആണ്. അപ്പോൾ എത്ര? 2 8 10 ആണ്. 10ൻ്റെ പകുതി 5. സോ എനിക്ക് മിഡ് പോയിന്റിൻ്റെ കിട്ടി, എത്രയാണ്? 6 5 ആണ് വരിക. ഈ ഒരു സംഭവം മക്കൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക, എങ്ങനെയാണ് നമ്മൾ പറഞ്ഞതെന്നുള്ളത്. അടുത്ത പോളിനോമിയൽസിലേക്ക് വരുമ്പം വളരെ സിമ്പിളാണ്. നിങ്ങൾ ഇത്ര മാത്രം ആലോചിക്കണം. എന്താണ് ഇതിപ്പോൾ x² - 16. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? x² - 16 എന്ന് പറഞ്ഞാൽ 4ൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? x + 4 × x - 4 എന്ന് എഴുതാം. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ചിലപ്പം ക്വസ്റ്റ്യൻ തരും ഇതിനെ ഇങ്ങനെ ആക്കി മാറ്റാൻ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഡയറക്റ്റ്ലി ഇങ്ങനെ എഴുതാം. മേ ബി ഇങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരിക, x² - 100 എന്ന്. കാരണം എന്താ? ഇത് എന്നാ x² - 100 എന്ന് പറഞ്ഞാൽ എന്താ? 10ൻ്റെ സ്ക്വയറിന് എഴുതാം. അല്ലെങ്കിൽ x² - 49 എന്നായിരിക്കും വരിക, അല്ലെങ്കിൽ x² - 9 എന്നായിരിക്കും വരിക, അല്ലെങ്കിൽ x² - 25 എന്നായിരിക്കും വരിക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മോഡലിൽ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഡയറക്റ്റ് ഇങ്ങനെ തന്നെ വരും. കാരണം എന്താ? ഇതിനെയൊക്കെ x² - വേറെന്തോന്നിൻ്റെ സ്ക്വയർ എന്നുള്ള രീതിയിൽ നമുക്ക് മാറ്റി എഴുതണം. ആൻഡ് മക്കളെ ഏറ്റവും നിർബന്ധമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്താണ് ഈ ചാപ്റ്ററിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, x - 2 ഒരു ഫാക്ടർ ആണെങ്കിൽ, ഒരു പോളിനോമിയലിൻ്റെ ഫാക്ടർ ആണ് x - 2 എങ്കിൽ, ഫാക്ടർ ആണെങ്കിൽ അല്ലെങ്കിൽ ഘടകമാണെങ്കിൽ 2 എന്തായിരിക്കും? ഒരു സൊല്യൂഷൻ ആയിരിക്കും, പരിഹാരമായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം P(2) എന്തായിരിക്കും? 0 ആയിരിക്കും. ഈ സാധനം മക്കളെ ഹൃദയത്തിൽ കൊത്തിവെക്കണം. അപ്പം നിങ്ങൾ ചോദിക്കും, അപ്പോൾ സാർ x + 2 ആണ് ഫാക്ടർ എങ്കിലോ? x + 2 ആണ് ഫാക്ടർ എങ്കിൽ -2 ആയിരിക്കും സൊല്യൂഷൻ. അങ്ങനെയെങ്കിൽ P(-2) ആയിരിക്കും എന്ത്? 0 എന്നുള്ളത് നിങ്ങളൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ആൻഡ് ഇങ്ങനെ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചോദ്യം ചോദിക്കാൻ വരുന്നത്. ഒരു P(x) നിങ്ങൾക്ക് തരും, എന്നിട്ട് അതിൽ നിന്ന് P(2) എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറയും. അതിപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കുക? P(2) ഇപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കുക? സർ സിമ്പിൾ, എക്സ് ഉള്ള ഇടത്തിലൊക്കെ 2 അങ്ങ് കൊടുത്താൽ മതി. അപ്പോൾ എന്താ വരിക? 2² - 11 × 2. 2² - 11 × 2. 11 × 2. പിന്നെന്താ ഉള്ളത്?
+21. ഓക്കെ, +21 അത്രയേ ഉള്ളൂ. ഓക്കെ, അങ്ങനെയെങ്കിൽ എന്താ വരിക? 2ൻ്റെ സ്ക്വയർ 4 -11 × 2 എത്ര? 22 +21. അപ്പോൾ എന്താ വരിക? 4ഉം 21 കൂടി കൂട്ടിയാൽ 25, ബാക്കിയുള്ളത് -22. അപ്പോൾ എത്ര കിട്ടി? 3 കിട്ടി. P(2) എനിക്ക് എത്രയാണെന്ന് കിട്ടി? 3 കിട്ടി. അടുത്ത് P(x) ന്ന് P(2) കുറയ്ക്കണം. ബി ക്വസ്റ്റ്യൻ എന്താണ്? P(x)ൽ നിന്നും P(2) കുറയ്ക്കണം. P(x)ൽ നിന്നും P(2) കുറയ്ക്കണം. അങ്ങനെ P(x) മൈനസ് എന്താ ചെയ്യേണ്ടത്? P(2). അതെങ്ങനെ ചെയ്യുക? P(2) അതെങ്ങനെ ചെയ്യുക? അത് എന്തേത്തടാ, സിമ്പിൾ അല്ലേ? P(x) എത്രയാണെന്ന് നമുക്കറിയാം. x² - 11x + 21. x² - 11x + 21 ആണ് എന്ന് നമുക്കറിയാം. ആൻഡ് P(2) എത്രയാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു? -P(2) ആണ്. P(2) എത്ര? 3 ആണ് എന്ന് നമുക്കറിയാം. ഇത് ചെയ്താൽ കിട്ടൂലേ? x² - 11x + 21 3 കുറച്ച് എത്ര? 18. സിമ്പിളായിട്ട് കിട്ടി P(x) - P(2). അടുത്തതോ P(x) - P(2)ന് എന്താണ്? രണ്ടാൾക്കാരുടെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതണം. അതായത് നേരത്തെ ഇവനെ നമ്മൾ നോക്കൂ, രണ്ടാൾക്കാരുടെ പ്രൊഡക്റ്റ് ആക്കി എഴുതി. അതുപോലെ ഇവനെ എഴുതണം. ഇവനെ എഴുതണമെങ്കിൽ നമുക്ക് ഇവൻ്റെ പരിഹാരം കിട്ടണം, അല്ലെങ്കിൽ സൊല്യൂഷൻ കിട്ടണം. x² - 11x + 18ൻ്റെ സൊല്യൂഷൻ, പരിഹാരം നമുക്കറിയെങ്കിൽ ഇവനെ നമുക്ക് എന്ത് ചെയ്യാം? പ്രൊഡക്റ്റ് ആക്കി എഴുതാൻ പറ്റും. അങ്ങനെ സാറല്ലേ നേരത്തെ പറഞ്ഞത് എന്താണ്? x - 2 ഫാക്ടർ ആണെങ്കിൽ 2 സൊല്യൂഷനാണ്. P(2) 0 ആണ്. അപ്പോൾ സാറ് പറയുകയാണ്, ഇപ്പോൾ ഒരു 2ഉം 3യുമാണ് സൊല്യൂഷൻ എങ്കിൽ x - 2 ഫാക്ടറാണ്, അതുപോലെ x - 3 ഫാക്ടറാണ്. ഇവനെ നമുക്ക് x - 2 × x - 3 എന്ന് എഴുതാൻ പറ്റും. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ഞാനിവിടെ ഇവൻ്റെ സൊല്യൂഷൻ കാണുക? അതിനൊരു ഐഡിയ ഉണ്ടാ. എയും ബിയും ആണ് സൊല്യൂഷൻ എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ എനിക്ക് ഈ a + b ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടണം? എക്സിൻ്റെ കൂടെ ആരാളെ? -11. അപ്പോൾ മൈനസ് വേണ്ട, 11 കിട്ടണം. ഇനിയിപ്പോൾ ഇവിടെ പ്ലസ് പാന്നാണെങ്കിൽ ഇവിടെ എന്തെങ്കിലും മൈനസ് പാന്ന് കിട്ടേണ്ടി, ഇവിടെ ഉള്ളതിൻ്റെ ഓപ്പോസിറ്റ്. ആൻഡ് a × b അവരെ തമ്മിൽ ഗുണിച്ചാൽ എനിക്ക് എന്ത് കിട്ടണം? ഇവിടെ എന്താണോ ഉള്ളത് അത് തന്നെ കിട്ടണം, 18 കിട്ടണം. അങ്ങനെയെങ്കിൽ നിങ്ങൾ പറ, എൻ്റെ സൊല്യൂഷൻസ് ആരൊക്കെ ആയിരിക്കും? അതായത് 2 നമ്പേഴ്സ് ആഡ് ചെയ്താൽ 11 കിട്ടണം, ഗുണിച്ചാൽ 18 കിട്ടണം. ഏതൊക്കെയാണ് ആ നമ്പേഴ്സ്? ആലോചിച്ച് നോക്കൂ. യെസ്, 9ഉം 2ഉം. കാരണം 9ഉം 2ഉം കൂടി കൂട്ടിയാൽ 11 ഗുണിച്ചാൽ 18. സോ സൊല്യൂഷൻസ് 9ഉം 2ഉം ആണ്. അങ്ങനെയെങ്കിൽ എനിക്ക് ഈ x² - 11x + 18 എങ്ങനെയാണ് എഴുതാൻ പറ്റുക? 9ഉം 2ഉം ആ സൊല്യൂഷൻ. 9 ഒരു സൊല്യൂഷൻ ആണെങ്കിൽ x - 9 ഫാക്ടറാണ്. 2 ഒരു സൊല്യൂഷൻ ആണെങ്കിൽ x - 2 ഒരു ഫാക്ടർ ഘടകമാണ്. ഇങ്ങനെ സിമ്പിൾ ചെയ്താം. ആൻഡ് പിന്നെ നിങ്ങൾക്ക് വരിക ഇങ്ങനെ ഒരു ചോദ്യമാണ്. അതായത് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് എന്ത് തരും? ഒരു P(x) തരും, അതിൽ നിന്ന് P(1) കാണാൻ പറയും. നിങ്ങൾ സിമ്പിളായിട്ട് ആവില്ല, അവിടെ എന്ത് ചെയ്യാം? 1 ഇട്ട് കൊടുത്താൽ ആൻസറായി. പക്ഷേ അടുത്ത ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യനിൽ എന്താണ്? x - 1 ആരുടെ? ഇവൻ്റെ ഫാക്ടർ ആവണമെങ്കിൽ, ഈ ഒരു സാധനത്തിൻ്റെ ഫാക്ടർ ആവണം x - 1 എങ്കിൽ ഇവിടെ k എന്ന് പറഞ്ഞ നമ്പർ ആരാവണം? അപ്പോൾ മക്കൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, x - 1 ഫാക്ടർ ആവണമെങ്കിൽ, x - 1 ഫാക്ടർ ആണെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഈ കൂട്ടത്തിൽ നിങ്ങൾ കൂട്ടി വായിക്കേണ്ട പോയിന്റ് എന്താ? x - 1 ഫാക്ടർ ആണെങ്കിൽ 1 എന്താണ്? സൊല്യൂഷൻ, പരിഹാരമാണ്. 1 സൊല്യൂഷൻ പരിഹാരമാവണമെങ്കിൽ P(1) എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഒറിജിനലി P(1) എന്തായിരിക്കും നോക്കാം. ഇവിടെ നമ്മളുടെ എന്താണ്? x² + 2x + k അല്ലേ? എന്താണ്? x² + 2x + k ആണ് നമ്മളത്. അങ്ങനെയെങ്കിൽ P(1) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എക്സിൻ്റെ അകത്തൊക്കെ 1 കൊടുക്കുക. അപ്പോൾ എന്താ വരിക? 1² + 2 × 1 + k = 0. അങ്ങനെയെങ്കിൽ 1 + 2 × 1 എത്ര? 2 + k = 0. 3 + k = 0. അങ്ങനെയെങ്കിൽ k കാണണമെങ്കിൽ ഈ 3 അങ്ങോട്ട് ഉണ്ടായാൽ പോരെ? k എന്താവും? -3. സിമ്പിളായിട്ടുള്ള കാര്യമല്ലേടാ? സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അങ്ങനെയെങ്കിൽ ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് എന്താണ്? യെസ് അടുത്തതായിട്ട് നോക്കുന്നത് നമ്മളുടെ സ്റ്റാറ്റിസ്റ്റിക്സിലെ ഏറ്റവും ലാസ്റ്റിലത്തെ ചാപ്റ്ററാണ്. നമുക്ക് കുറച്ച് അളവുകൾ ഇങ്ങനെ തരും, എന്നിട്ട് നമ്മളോട് പറയും ഇതിൻ്റെ മീൻ കാണാൻ. മീനും ചോദിക്കും, മീഡിയൻ ചോദിക്കും, അല്ലെങ്കിൽ എന്താണ്? മാധ്യമവും ചോദിക്കും, മധ്യമവും ചോദിക്കും. അപ്പോൾ മാധ്യം ചോദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നിങ്ങളെന്താ ഇതെല്ലാം കൂടി കൂട്ടുക.
ഓക്കെ, ഇതെല്ലാം കൂടി കൂട്ടുക. എന്നിട്ട് എത്ര നമ്പറിൻ്റെ ഇവിടെ 1 2 3 4 5 6 7 8 9 അങ്ങ് അരിച്ചാൽ മതി. അതായത് മീൻ അല്ലെങ്കിൽ മാധ്യമാണ് കാണേണ്ടതെങ്കിൽ നിങ്ങൾ ടോട്ടൽ കൂട്ടിയിട്ട് സം എടുക്കുക. എന്നിട്ട് എന്താണ് ടോട്ടൽ നമ്പർ കൊണ്ട് ഹരിച്ചാൽ മതി. എല്ലാം കൂടി കൂട്ടിയിട്ട് എത്ര എന്നുള്ള മുകളിൽ എഴുതുക. എത്ര നമ്പർ ഉണ്ട് ഇവിടെ 9, അത് താഴെ എഴുതുക. അപ്പോൾ എ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടി. പക്ഷേ ബി ക്വസ്റ്റ്യൻ്റെ ഇത് കിട്ടുക എങ്ങനെയാണ്? മീഡിയൻ സ്കോർ കാണണം എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നോ, ഇവൻ ആദ്യം നിങ്ങൾ ഓർഡറിൽ എഴുതണം. അതായത് ഒന്നേ കൂടി പോകുന്ന ഓർഡറിൽ എഴുതുക, അല്ലെങ്കിൽ കുറഞ്ഞ് വരുന്ന ഓർഡറിൽ എഴുതുക. 10 കഴിഞ്ഞ് 25 കഴിഞ്ഞിട്ട് പിന്നെ 9 എഴുതരുത്. ഓക്കെ, ഒരു ഓർഡറിൽ എഴുതണം. ഒന്നെങ്കിൽ കൂടുന്ന ഓർഡറിൽ അല്ലെങ്കിൽ കുറയുന്ന ഓർഡറിൽ. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ ഒരു ഗുണമുണ്ട്, ഇവന്മാർ ഓൾറെഡി ഇത് ഓർഡറിലാണ് എഴുതി വെച്ചത്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി എന്നോ, മീഡിയൻ കാണണമെങ്കിൽ ഇവൻ്റെ നേരെ നടുവുള്ള ആളെ തപ്പിയാൽ മതി. ഇത് എത്ര 1 2 3 4 5 6 7 8 9 അപ്പോൾ 9ൻ്റെ നടുവിൽ ആരാണ്ടാകുക? 5ാമത്തെ ആളല്ലേ. അപ്പോൾ നമുക്ക് സിംപ്ലി നടുവുള്ള ആളെ പിക്ക് ചെയ്താൽ മതി. എത്ര എന്ന് പറയാൻ പറ്റും? 39 പറയാൻ പറ്റും. അപ്പോൾ ഇത് കണ്ട് ഇരിക്കുന്ന കുട്ടികൾ മനസ്സിലാക്കണം, പല പോയിൻറ്റ്സും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താണ്, ഇത് ലാസ്റ്റ് നിമിഷം ഒന്ന് എന്തെങ്കിലും കിട്ടട്ടെ എന്നുള്ള കുട്ടികൾക്ക് വേണ്ടി നമ്മൾ എടുക്കുന്ന വീഡിയോ ആണ്. ആൻഡ് ഈ കുട്ടികൾക്കൊക്കെ ഒരു പൊൻതൂവലായിട്ട് എന്തുണ്ടാവും, നിങ്ങൾക്ക് വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഉറപ്പായിട്ടും. ദിസ് 1 2 3 4 5 ഇത്രയും ക്വസ്റ്റ്യൻസ് മക്കൾക്ക് എന്താണ്, വരയ്ക്കാനുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആൻസർ എവിടെയാണ് സാറേ, ആരാണ് പറഞ്ഞു തരാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നമ്മൾ ഓൾറെഡി ഒരു അടിപൊളി വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, താഴെ കൊടുക്കുന്നുണ്ട്. ആ വീഡിയോയും കൂടി നിങ്ങൾ കാണുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം മിനിമം 18 മാർക്കിനെങ്കിലും നിങ്ങൾക്ക് നാളത്തെ എക്സാമിന് വരയ്ക്കാനുണ്ടാവും. സോ ആ വീഡിയോയും കൂടി കണ്ട് ഉറപ്പ് വരുത്തുക, നിങ്ങൾക്ക് കുഴപ്പമില്ലാത്തൊരു മാർക്കിലേക്ക് നിങ്ങൾക്കൊക്കെ എത്താൻ പറ്റട്ടെ. സോ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം എന്താണ്, നിങ്ങളുടെ പബ്ലിക് എക്സാം ആകുമ്പോഴേക്കും ഇവിടെ ഇരുന്ന ചെറിയ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിച്ചു വരാം. ആൻഡ് യെസ്, വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. സോ സി യു, ബൈ.